ഹായ് ഡിയേഴ്സ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ചോളത, ഫ്രഷ് ആയിട്ടുള്ള ചോളത നമ്മൾ പുഴുങ്ങിയെടുക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ നല്ല തണുപ്പുണ്ടിട്ട് പൊളിക്കുമ്പോൾ നമ്മളിപ്പോൾ പറിച്ചിട്ടുള്ളൂ. മാത്രമല്ല ഒട്ടും വാടാത്ത നല്ല അടിപൊളി നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഏലത്തിൻ്റെ കടയിൽ കൂടെ നമ്മൾ ഈ വർഷം നട്ടു കൊടുത്തിട്ടുള്ള ചോളാണ്. അപ്പോൾ അധികമായിട്ട് ഒരു 1 മന്തൊക്കെ ആവുന്നത് ഉള്ളപ്പോഴത്തേക്കും നോക്കി ചോളം നമുക്കിത് വിളവെടുക്കാൻ പാകമായിട്ടുണ്ട്. ഇതാകുന്നത് നമുക്ക് ഇതൊക്കെ ഒന്ന് പറിച്ച് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. നമ്മളെപ്പോഴും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചോളത്തിനെക്കാളും നമ്മൾ ഇതുപോലെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടാക്കിയിട്ട് അതിന് വിളവാക്കി എടുത്തിട്ട് നമ്മൾ അത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. നമ്മൾ എത്ര കടയിൽ നിന്ന് എങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് നമ്മൾ എന്ത് സാധനം വാങ്ങിയാൽ നമുക്ക് കിട്ടാത്തൊരു സന്തോഷം തന്നെയല്ല അതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാട്ടോ ഇന്ന് നമ്മൾ ഇത് നോക്കി നന്നായിട്ടൊരു ചോളത്തിൻ്റെ ഒരു മണിമണിയൊക്കെ നോക്കി നല്ല സീഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടോ. അപ്പോൾ ഇനി വേണ്ടിയിട്ട് നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ചത് അത്യാവശ്യം ആദ്യം ഉണ്ടായി നോക്കിയിട്ടോ പറിച്ചെടുത്തുള്ളൂ. അപ്പോൾ പല സ്റ്റേജിൽ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് രസമല്ലേ കാണാൻ വേണ്ടി നല്ല ഫ്രഷ് ആയിട്ട് നല്ലൊരു മണം കൂടി കിട്ടും. അത് നമ്മളിങ്ങനെ അടർത്തി എടുക്കുമ്പോൾ ഒരു തോലിയൊക്കെ ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ നല്ലൊരു തണുപ്പും ഇതൊക്കെ നമുക്ക് പശുവിനൊക്കെ കൊടുത്താൽ നല്ല അടിപൊളിയാട്ടോ. നമുക്ക് 2 എണ്ണം പൊളിച്ചെടുക്കുന്നത് നമുക്ക് കുറച്ചുകൂടി കിട്ടും പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പല സ്റ്റേജിൽ ആയതുകൊണ്ട് നമ്മുടെ ചോളങ്ങളൊക്കെ ഒരേ ടൈമിൽ എല്ലാം വിളവെടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. പല സ്റ്റേജിൽ തന്നെ നമുക്ക് വിളവെടുക്കാം. ഇത് നമുക്ക് ചുട്ടിട്ട് അതിൽ അതായത് നമ്മുടെ ഗ്യാസിലോ അല്ല അല്ലെങ്കിൽ നമ്മൾ തീക്കനലിലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ പപ്പടം കുത്തിയിട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം നമുക്ക് പിടിക്കാനൊരു സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്കിങ്ങനെ തീക്കനലിൽ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുത്തിട്ട് അതിലിങ്ങനെ ഉപ്പും അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടിയൊക്കെ ആക്കിയിട്ട് നല്ല ടേസ്റ്റാണ്. അതൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കഴിച്ച കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതുപോലെ കഴിക്കാനും ഒരു വെറൈറ്റിയാണ്. അതേപോലെ തന്നെ നമുക്ക് ഉപ്പിട്ടിട്ട് ഒന്ന് പുഴുങ്ങിയിട്ടും കഴിക്കാം കേട്ടോ. ഇത് നേരത്തെ ഉണ്ടായതാണ്, പക്ഷേ ഇത് നമ്മൾ പ്രതീക്ഷിച്ച അത്ര അങ്ങോട്ട് എല്ലാ ഭാഗത്തും അങ്ങനെ മണിമണിയായിട്ട് ഇങ്ങനെ ഫോം ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് താഴേക്കൊക്കെ നന്നായിട്ട് നമുക്ക് അവർ കറക്റ്റ് അറിയാൻ വേണ്ടി പറ്റും. നമ്മൾ പൊട്ടിക്കുമ്പോഴത്തേക്കും കറക്റ്റ് അതിൻ്റെ ഒരു പാലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കറക്റ്റ് അതിനിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ മൂത്ത് പോകാത്തതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു അറ്റത്തേക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടായത് ഇപ്പം എല്ലാം ഒരേപോലെ ആയിരിക്കില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതാ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. നമുക്ക് തന്നെ പൊളിച്ചെടുക്കാൻ എടുക്കുന്നതാലും എല്ലാം ഒന്ന് പൊളിച്ചെടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് കാണാം. സിമ്പിളായിട്ട് പൊളിക്കാൻ പറ്റും, കാരണം ഒട്ടും വാടാതെ നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് നല്ല പാടാട്ടോ പൊളിക്കാൻ. ഇതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറിച്ചിട്ട് വന്നിട്ടില്ലല്ലോ ഫ്രഷോടെ നമ്മൾ പൊളിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും അതേപോലെ തന്നെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. എന്നാലും ബാക്കി കൊടുത്ത് പൊളിക്കട്ടെ. ചോളം പൊളിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു നാരുണ്ടല്ലോ അതിൻ്റെ ഒരു വല്ലാത്തൊരു നെസ്റ്റ് തന്നെയാണ്. കാരണം പണ്ട് തൊട്ടേ ഇത് നമ്മൾ പണ്ടൊക്കെ ചെറുതായിരിക്കുന്ന ടൈമിലൊക്കെ ഇതിങ്ങനെ എടുത്തിട്ട് മുടിയൊക്കെ ആയിട്ടൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ നോക്കി കളർ ചെയ്ത മുടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ 90s കിഡ്സിനൊക്കെ കുറച്ചെങ്കിലും ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു ഡോസ്റ്റു ആയിരിക്കില്ലേ. അപ്പോൾ അതിന് നമുക്ക് ഫൈനലി ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ പൊളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് ഞാനിപ്പോൾ പൊളിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ ഒരുപാടൊന്നും പറിച്ചിട്ടില്ല കേട്ടോ. നന്നായിട്ട് മൂത്ത് നോക്കിയിട്ട് കുറച്ചാണ് ഞാനിപ്പോൾ പറിച്ചെടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കാമല്ലോ. നമ്മൾ എടുത്തിട്ടുള്ള ചോളമൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുഴുങ്ങാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കനലിട്ട് നേരത്തെ പറഞ്ഞോട് ചുട്ടെടുക്കുകയും ചെയ്യും. ഞാനിപ്പോൾ എല്ലാവരും ഇവിടെ പുഴുങ്ങാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കലത്തിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പുഴുങ്ങി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് വലുതൊക്കെ നമുക്ക് പൊട്ടിച്ചിടാം. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. പാകത്തിനുള്ള ആ ഒരു സൈസിൽ പൊട്ടിച്ചിടാം. നമുക്ക് ജസ്റ്റ് കൈ വയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ നന്നായിട്ട് പൊട്ടിയെടുക്കാം. അതായത് തണ്ടയ്ക്ക് നല്ല ക്ലിന്താണ്. ഒരുപാട് മൂക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പൊട്ടിച്ചെടുക്കാനും പറ്റും. ഒട്ടും പാടിയിട്ടൊന്നുമില്ലല്ലോ. ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് പൊട്ടിച്ചിടാം. അപ്പോൾ ഇത്രയും ചോളമാണ്. അപ്പം കുറച്ച് വെള്ളം ഓർമ്മത്തിന് കുറച്ച് ഉപ്പൊക്കെ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് കാണാം. അങ്ങനെ ഞാനിനി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് കഴുകിയാലും കുഴപ്പമില്ല, കാരണം നമ്മളിതിനങ്ങനെ കെമിക്കലോ കാര്യങ്ങളൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ളതാണല്ലോ. എന്നാലും ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് കൂടി ഉണ്ട്. ആ നാരും കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് പിന്നെ ഇടയിലൊക്കെ ഇങ്ങനെ ചിലതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഓരോന്നുണ്ടെന്നാലും കുഴപ്പമില്ല. അത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നാൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാനേ.
ചോളം എല്ലാം പൊട്ടിച്ച് അടുപ്പിൽ വെച്ചിട്ട് പിന്നെ നേരെ പോയിട്ട് മിറ്റി അടിക്കാൻ വേണ്ടിയിട്ടോ. കാരണം ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് ചപ്പൊക്കെ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ വൈകിട്ട് നമ്മൾ എപ്പോഴും അടിച്ചിടാറും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിളക്ക് വയ്ക്കില്ല, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് എന്തായാലും ഒന്ന് അടിച്ചിടാട്ടോ. അപ്പോൾ ഇന്നൊക്കെയെന്ന് പറയുമ്പോൾ കാറ്റ് അത്യാവശ്യമുള്ളൊരു ദിവസം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ കാറ്റുള്ള ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചപ്പും ഉണ്ടാവും. കാരണം ഈ ഒരു ഇലയൊക്കെ പൊഴിയുന്നൊരു സീസണും കൂടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ കൂടെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇല നന്നായിട്ട് കൊഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ കുറച്ച് നന്നായിട്ട് അടിച്ചിടാണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ നമ്മൾ രാവിലെ അടിച്ചോട്ടെ. അപ്പോൾ ഞാൻ ഒരു വട്ടം അടിക്കാറുള്ള ഒരു വലിയ ചപ്പ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി നാളെ രാവിലെ അടിക്കട്ടെ. ബാക്കി എല്ലാം നന്നായിട്ട് അടിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇതാ നമുക്ക് നേരെ ഫ്രണ്ടിലുള്ള ആ ഒരു ഗാർഡൻ്റെ ഭാഗം കൂടിയാണ് നമുക്ക് അടിച്ച് സെറ്റാക്കി ഇടാനുള്ളത്. അപ്പോൾ അത് എവിടെയൊക്കെയായാലും ചപ്പിനെക്കാളും കൂടുതൽ പൂക്കളൊക്കെ ഉണ്ടായിട്ട് കൊഴിഞ്ഞു പോയതിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ തന്നെയാണ് അടിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും അതൊക്കെ നന്നായിട്ട് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ തലയ്ക്ക് മുകളിലായിട്ട് 3-4 റോസാപ്പൂ ഇങ്ങനെ കൂട്ടത്തോടെയായിട്ട് വിരിഞ്ഞ് നിൽക്കും. നല്ല രസമായിട്ട് ഇങ്ങനെ നല്ല കളറും ഉണ്ട്, അതേപോലെ നല്ല മണവും കൂടിയാണല്ലോ. അപ്പോൾ ഇത് ഊട്ടി റോസാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പിലാട്ടോ ഫുള്ളായിട്ടൊരു 4 പൂക്കളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ രാവിലെയൊക്കെ ഗാർഡനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു റോസാപ്പൂക്കളൊക്കെ ഫുള്ളിങ്ങനെ മഞ്ഞിൽ കുളിച്ച് ഇങ്ങനെ തണുത്ത് വിറച്ച് നിൽക്കുന്നത് നല്ല രസമാട്ടോ. ഒരു പ്രത്യേക ലുക്കാണ് കാണാൻ വേണ്ടി. പിന്നെ ഈ ഒരു റോസാ കമ്പിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടുന്ന വഴി അറിയില്ല കേട്ടോ. കാരണം ഈ താഴേക്ക് ഫുള്ള് മുള്ളാട്ടോ, ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലും ഇല്ലാതെ ഫുള്ള് നല്ല ഹാർഡായിട്ടുള്ള മുള്ളാണ്. അങ്ങനെ തന്നെ നമ്മുടെ മിറ്റടിക്കലിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ. അതേപോലെ തന്നെ ഇനി നമുക്ക് അടിക്കൽ തുടക്കൽ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടിക്കൽ ഓൾറെഡി കഴിഞ്ഞു കേട്ടോ. പിന്നെ തുടക്കലാണേ. അപ്പോൾ ആദ്യം നമുക്ക് സിറ്റ് ഔട്ട് അങ്ങ് തുടച്ചിടാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഉള്ളൊക്കെ ഒന്ന് തുടച്ചിടാം. അവണിക്കുട്ടി ഞാൻ തുടയ്ക്കാൻ വേണ്ടി തുടപ്പിയെടുത്തപ്പോഴത്തേന് വെള്ളവും ബക്കറ്റൊക്കെ ആയിട്ട് ആൾ പുറക്കുണ്ടായിരുന്നു. ചിലപ്പോൾ ഇത് കൂടെ ഞാൻ സ്ലിപ്പായിട്ട് വീഴാൻ ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ആൾക്ക് കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അവിടെ സോഫയിൽ ഇരുത്തിയിരിക്കട്ടോ. അപ്പോൾ അവിടെ ഇരിക്കേണ്ട എത്ര നേരം ഇരിക്കുന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കാരണം ഏത് നിമിഷവും ആൾ അവിടുന്ന് ചാടി ഇങ്ങോട്ട് വരാനും ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനെ വെള്ളത്തിലുള്ള പരിപാടി അതുപോലെ തന്നെ ഇപ്പം നമ്മൾ എന്ത് ചെയ്തോ ആ സംഭവം ഫുള്ള് ആൾക്കും ചെയ്യണ്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ തുടപ്പൊക്കെ എടുത്തിട്ട് നമ്മൾ തുടയ്ക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ആളെൻ്റെ ഈ ഒരു മോപ്പൊക്കെ വാങ്ങിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇരിക്കുന്നത്ര നേരം ഇരിക്കട്ടെ കേട്ടോ. അപ്പത്തേന് ഇത് ഉണങ്ങുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഫാനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങും. പിന്നെ എന്തെങ്കിലും ഒരു ലോഷൻ ഒഴിച്ചിട്ടാണ് നമ്മളെപ്പോഴും തറ തുടയ്ക്കാറുള്ളത്. ഇന്ന് നമ്മളിതാ പുൽത്തേരത്തിൻ്റെ ലോഷനായിട്ട് ഒഴിച്ചിട്ട് അപ്പോൾ നല്ല സ്മെല്ലും കൂടി. പിന്നെ നമ്മുടെ ആവണിക്കുട്ടി എപ്പോഴും തറയിൽ കൂടെ ഓടി ചാടി കളിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സേഫാണ്. പിന്നെ നമ്മുടെ അക്വറിയത്തിലുള്ള മീൻ കുഞ്ഞുങ്ങളൊക്കെ നല്ല സേഫ് ആയിട്ടിരിക്കുന്നു കേട്ടോ. അതേപോലെ തന്നെ അവർക്ക് ഫുഡ് കൊടുക്കുവാണേ. അപ്പോൾ ഈ അടുത്ത് തന്നെ നമ്മൾ അക്വറിയം ഒന്ന് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 മന്ത് ഒക്കെ കൂടുന്ന ടൈമിലായിട്ട് നമ്മൾ വെള്ളം ഫുള്ളായിട്ടൊന്ന് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ എന്നാലും അതൊക്കെ കഴിഞ്ഞാൽ മീൻ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായി നടക്കുന്നുണ്ട് അതുകൂടെ. അപ്പോൾ ഈ ഒരു ഫീഡായിട്ട് നമ്മൾ അവർക്ക് ഡെയിലി ഇപ്പോൾ കൊടുക്കാറുള്ളത്. ഈ ഫീഡ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഓൾറെഡി എല്ലാ വൈറ്റമിൻസും മിനറൽസും എല്ലാം ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇത് തന്നെ കിട്ടിയിട്ട്. അപ്പോൾ നമ്മൾ തീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ ഉള്ളിൽ കൂടെ ആ ഒരു കല്ലിൻ്റെയും മണലിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ 2-3 പേരുടെ മുകളിലേക്ക് കയറിയിട്ടുണ്ടേ. ഒരാൾ ഫസ്റ്റ് വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ ഫുഡൊക്കെ വായിലേക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആളും പുറകെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവർ പിന്നെ ഫുൾ ടൈം ആക്റ്റീവായിട്ട് ഇങ്ങനെ മേളിൽ കൂടെ തുള്ളി ചാടി കളിച്ചുകൊണ്ടാണ് കേട്ടോ. കുറച്ച് പേരുണ്ട് കേട്ടോ. അവരിങ്ങനെ കൂടുതൽ സമയം ആ ഒരു കല്ലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒളിച്ചിരിക്കും. ബാക്കി ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്ന ടൈമിൽ ഓടിച്ചാടി ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ അവരുടെ ഫുഡൊക്കെ കഴിക്കട്ടെ. നമുക്കിനി ഹാങ് പ്ലാന്റ്സിനൊക്കെ ഒന്ന് വെള്ളം നനച്ച് കൊടുത്താലോ. അപ്പോൾ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഏതൊരു പ്ലാന്റ് നമ്മൾ പോട്ടിൽ നടുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അതിൻ്റെ ഡ്രൈനേജ് ഹോൾ പ്രോപ്പർ ആയിരിക്കുമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ചില പ്ലാന്റ്സിനൊക്കെ ഉണ്ടെങ്കിൽ ഓവറായിട്ട് വെള്ളം കെട്ടിക്കിടന്നാലും പെട്ടെന്ന് തന്നെ ചീഞ്ഞളിഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഡ്രൈനേജ് ഹോൾ നമ്മൾ പ്രോപ്പർ ആകുകയാണെന്നുണ്ടെങ്കിൽ നോക്കി ഇതിലൊക്കെ ഒഴിക്കുമ്പോൾ തീരുന്നത് കറക്റ്റായിട്ട് താഴേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആവശ്യത്തിനുള്ള വെള്ളം അതിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇതൊക്കെ പ്രോപ്പറായിട്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ നോക്കി താഴേക്ക് കുറച്ചിങ്ങനെ തട്ടടിച്ച് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു മരത്തിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ മണി പ്ലാന്റ് വളർന്ന് പന്തരിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അത് വേറൊരു വെറൈറ്റി ഇനം മണി പ്ലാന്റ് ആട്ടോ നമ്മുടെ കയ്യിലുള്ള തന്നെ. ഇത് നല്ല രീതിയിൽ തന്നെ പൊട്ടി കീർത്തിട്ടുണ്ട്. ആ ഒരു പോട്ടിൻ്റെ മേൽഭാഗത്തൊക്കെയാണ് നല്ല അടിപൊളിയായിട്ട് തന്നെയായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം നനച്ച് കൊടുത്ത് വേണം നമുക്ക് സ്പ്രിംഗ്ലറൊക്കെ ഒന്ന് ഓണാക്കാൻ. അങ്ങനെ നനയെല്ലാം കഴിഞ്ഞ് സ്പ്രിംഗ്ലറൊക്കെ ഓണാക്കി വന്നപ്പോഴത്തേനും നമ്മുടെ ചോളമൊക്കെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് മാറ്റിയിരിക്കും കേട്ടോ. നമ്മുടെ ചോളമൊക്കെ ആയപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവണിക്കുട്ടി ഇതെന്താ കഴിക്കണേ? ചോളമാണോ? അപ്പം നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. എന്താണ് തൊടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് അറിയാൻ പറ്റും. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂട് മാറ്റിയിട്ട് തരാം അമ്മ. ചൂട് മാറ്റി അതൊക്കെ അല്ലാതെ ഒറ്റയ്ക്ക് കഴിക്കണം കേട്ടോ. ഇഷ്ടപ്പെടുന്ന സ്വന്തമായിട്ട് തന്നെ എടുത്ത് കഴിക്കട്ടെ. എന്നാൽ ചൂട് മാറ്റാതാ വിട്ട് വെക്കും കുറച്ച്. നല്ല ടേസ്റ്റ് കേട്ടോ കഴിച്ചു. കാരണം ഒട്ടും മൂക്കാതെ നല്ല പിഞ്ച് തന്നെയാണല്ലോ. അതായത് അങ്ങനെ അങ്ങ് നല്ല പിഞ്ചുമല്ല, ആ ഒരു ലെവലിലാണ്. അതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ.
സൂപ്പറാണോ? സൂപ്പറാന്ന് പറ. അപ്പോൾ അവിടെ അവനെക്കുറിച്ച് എല്ലാവരും ചോളം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവളും കഴിക്കുന്നുണ്ട് ചോളം, ഞാനും കഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോളത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടത് കട്ടൻ ചായ വേണ്ടപ്പോൾ ചായ നമ്മൾ ഇവിടെ വെച്ചാൽ ശരിയാവും. അപ്പോൾ ചായ ഞാൻ കുറച്ച് വിട്ടിട്ട് വെച്ചിരിക്കുകയാണ്. അമ്മ കഴിക്കാം. വാവ കഴിച്ചോ? ചായ ചിലപ്പോൾ തട്ടിമറിച്ച് ചിലപ്പോൾ പണി ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചായ ഞങ്ങൾ കുറച്ച് മാറ്റി വെച്ചു. അപ്പോൾ ഞങ്ങൾ പുറത്ത് വന്നിട്ടാട്ടോ കഴിക്കുന്നത്. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല തണുത്ത കാറ്റ്, മൊത്തത്തിൽ ഒരു അടിപൊളി വൈബ് തന്നെ കേട്ടോ. വൈകുന്നേരത്ത് ഇങ്ങനെ പുറത്തൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ്. നമ്മൾ ഗാർഡനിലേക്കൊക്കെ നോക്കി ഇങ്ങനെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചോളം കഴിക്കട്ടെ. അപ്പോൾ എന്തായാലും എന്താ ഗേൾസ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടാണ് നല്ല ടേസ്റ്റ് ചോളം കഴിക്കുമ്പോൾ ഒരാളെ സൂപ്പർ സൂപ്പർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് ചോളമൊക്കെ ഇഷ്ടമാണ്. കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ ചോളം കഴിച്ച് നമുക്ക് ചായ കുടിച്ചിട്ടാണ് നമുക്കിനി കുടിക്കാൻ വേണ്ടിയിട്ട് തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് തണുത്തൊരു കാറ്റ്, മൊത്തത്തിൽ ഒരു വരണ്ട കാറ്റാട്ടോ. അതുകൊണ്ടാണോ നാളിന് ചോളമൊക്കെ കഴിച്ചിട്ട് കുളിക്കാൻ വേണ്ടേന്ന് പറ. വേണ്ടേ? കുളിക്കുന്നില്ലേ? മടിയാണോ? കള്ളിപ്പെണ്ണെ നമ്മൾ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടല്ലോ, അതാണ് വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്നതും ചേട്ടനെങ്കിൽ കുളിക്കാൻ വിളക്ക് വെക്കണം. കുറച്ച് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ എന്താ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അതേപോലെ തന്നെ സൂപ്പർ സൂപ്പർ, ഇനി വേറെ എന്താ വേണ്ട, ആള് സൂപ്പർ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടു, അത് മതിയിട്ട് നമുക്ക് എന്തായാലും സൂപ്പർ സൂപ്പർ. ശരി ശരി ശരി, ഓക്കെ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണമെന്ന് പറ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണമെന്ന് പറ. ലൈക്ക് ചെയ്യണേ. അപ്പം എന്തായാലും നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ടാറ്റു കൊടുത്തേ ഉമ്മ കൊടുക്ക്, പ്ലെയിൻ കിസ് കൊടുക്ക്, ഒന്നുകൂടി കൊടുക്ക്. ഓക്കേ.